ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, കുറേ പുസ്തകങ്ങൾ എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് വായിച്ചാലും നമുക്കൊരിക്കലും അറിവിനെ പ്രാപ്തമാക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം അറിവിരിക്കുന്നത് പുസ്തകത്തിലല്ല, ആ വായിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കുന്നതിന് പകരം ഒരൊറ്റ വാചകം അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസ് അതൊരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് മറക്കാത്ത രീതിയിൽ അതിനെ ഓർമ്മിച്ചു വയ്ക്കുവാനുള്ള സ്മരണശക്തി നമുക്കുണ്ടോ എന്ന് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പുവരുത്തും. വിവേകാനന്ദ സ്വാമികൾ പറയുന്നൊരു വാക്കുണ്ട്, 1 ounce ഓഫ് പ്രാക്ടീസ് ഈസ് ഫാർ ബെറ്റർ ദാൻ 100 pounds ഓഫ് തിയറി. ഒരേയൊരു തവണ, കേവലം ഒരു തവണ മനസ്സിരുത്തി പരിശീലിക്കുന്നത് 100 തവണ ശ്രദ്ധയില്ലാതെ പുസ്തകം വായിക്കുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനെ മനസ്സിലെ സംശയങ്ങൾ ചോദിക്കുവാനും ഒരു ധൈര്യം വേണം. ചോദ്യം ഇതായിരുന്നു, എങ്ങനെയാണ് ഈ മനസ്സിലെ നെഗറ്റീവായ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക എന്ന്. ഒരൊറ്റ മാർഗമേ ഉള്ളൂ അതിന്, സാധന തന്നെ. മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഭാഗത്ത് പരിശീലനം കൊടുത്തുകൊണ്ടേയിരുന്നാൽ സംഭവിക്കേണ്ടതെല്ലാം നമ്മൾ അറിയാതെ സംഭവിച്ചുകൊള്ളും. ദിവസത്തിൽ 2 നേരം, സൂര്യോദയത്തിന് മുമ്പും പിന്നീട് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രാണായാമം പരിശീലിച്ചു നോക്കൂ. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞ് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം. മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പാണ് ചെയ്യുന്നതിലെന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഭാഗവതത്തിലേക്ക് തിരികെ വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഭാഗവത മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ 19-ാമത് ശ്ലോകം വരെയാണ്. എവിടെയായിരുന്നു നമ്മൾ അവസാനിപ്പിച്ചത്? മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠ ഫലദായകം. ഈ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായി കണ്ട് ഉപാസിക്കേണ്ടതാണ്. ഇനി ഈ ഭാഗവതത്തിലെ ഓരോ അധ്യായങ്ങൾ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ്. അതേതൊക്കെയാണ്? പ്രഥമ സ്കന്ധം ശ്രീ ഭഗവാന്റെ പാദപത്മങ്ങളാണ്. ദ്വിതീയ സ്കന്ധം മുട്ടുകാലുകൾ. തൃതീയ സ്കന്ധം ഭഗവാന്റെ തുടകൾ. ചതുർത്ഥ സ്കന്ധം കടിപ്രദേശം, അതായത് ഇടുപ്പ്. പഞ്ചമസ്കന്ധം നാഭീദേശം. ഷഷ്ഠസ്കന്ധം ഭഗവാന്റെ ഹൃദയം. സപ്തമസ്കന്ധം മാറിടം. അഷ്ടമസ്കന്ധം കണ്ഠം അല്ലെങ്കിൽ കഴുത്ത്. നവമസ്കന്ധം ഭഗവാന്റെ തോളുകൾ. ദശമസ്കന്ധം മുഖം, അതിൽ കണ്ണുകൾ, കാതുകൾ, മൂക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങിയിരിക്കുന്നു. ഏകാദശസ്കന്ധം ഉത്തമാംഗമായ ശിരസ്. ദ്വാദശസ്കന്ധം ശിരസിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തിസ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ശ്രീമദ് ഭാഗവതത്തെ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപമായാണ് ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നത്. സപ്താഹശ്രവണേനൈവ സർവദാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരേ. കൃപാലുക്കളായ സനകാദി മുനിമാർ സപ്താഹശ്രവണം കൊണ്ടുതന്നെ ഏതവസ്ഥയിൽ ക്ലേശിക്കുന്ന ജീവനും മോക്ഷം സിദ്ധിക്കുമെന്ന് പണ്ട് നാരദമുനിയോട് ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചില മനസ്സുകളിൽ ചില സംശയങ്ങളുണ്ടാകും. ഞാൻ തുടർച്ചയായി 26 വർഷം സപ്താഹം കേട്ടുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും എൻ്റെ മനസ്സിൽ വിഷമങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. എന്താണതിന് കാരണം? 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, സപ്താഹത്തിലെ വെറും കഥകളെ മാത്രം കേട്ടുപോയിട്ടുണ്ടാകും. കഥയ്ക്ക് പിന്നിലെ തത്വത്തെ ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ കാരണം, ഇനി അഥവാ കഥയ്ക്ക് പിന്നിലെ തത്വത്തെ ഗ്രഹിക്കാൻ സാധിച്ചാലും അതിനെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഓരോ മണിക്കൂറും മനനം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് അതിനെ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ മാറ്റമുണ്ടാകൂ. അതല്ലാതെ ഒരു 100 തവണ സപ്താഹം കേട്ടിട്ടും യാതൊരു പ്രയോജനവുമില്ല.
യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതത് സുരർഷിണ സപ്താഹശ്രവണവിധി കുമാരേസ്തസ്യ ഭാഷിതഃ. ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മദേവനിൽ നിന്നും ആദ്യം ശ്രീമദ് ഭാഗവതം ശ്രവിച്ചിരിക്കുന്നുവെങ്കിലും ഭാഗവതത്തിൻ്റെ ശ്രവണ സമ്പ്രദായവും തത്ഫലവും സനകാദിമുനിമാരാണ് ദേവർഷിക്ക് ഉപദേശിച്ചത്. ശൗനക ഉവാച ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യാസ്തിരസ്യ ച വിധിസ്രവേ കുതപ്രീതി സംയോഗകുത്രതൈ സഹ. നാരദ സനകാദി സംവാദം അസംഭവ്യമാണെന്ന് വിചാരിച്ച ശൗനകൻ അതിൻ്റെ സൂക്ഷ്മസ്ഥിതിയെ അറിയുവാൻ വേണ്ടി സൂതനോട് ചോദിക്കുകയാണ്. ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച് അവരുടെ ദോഷങ്ങളെ തീർത്തനുഗ്രഹിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ നാരദമുനിക്ക് 4 ദിക്കിലും ചുറ്റിത്തിരിയുന്നതിലല്ലേ സന്തോഷമുള്ളത്? അങ്ങനെയിരിക്കെ നാരദമുനിക്ക് 7 ദിവസം ഒരു ദിക്കിൽ തന്നെ സ്ഥിരമായിരുന്നു കേൾക്കുന്നതിൽ എങ്ങനെ സന്തോഷമുണ്ടായി? ഏതു ദിക്കിൽ വെച്ചാണ് നാരദമുനി സനകാദികളെ കണ്ടുമുട്ടിയത്? സൂത ഉവാച ത്രതേ കഥയിഷ്യാമി തിപുഷ്ടകഥാനകം ശുഗേന മമ യത് പ്രോക്തം രഹശിഷ്യം വിചാര്യ ച. ശൗനകൻ്റെ ഈ ചോദ്യത്തിന് സൂതൻ മറുപടി പറയുകയാണ്. നാരദ സനകാദി സംവാദ സംഗതിയെ വെളിപ്പെടുത്തുവാൻ ശ്രീ ശുഗമുനി എനിക്കുപദേശിച്ച ആഖ്യാനത്തെ ഞാൻ അങ്ങയോട് പറയാം. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായിരിക്കുന്ന ഈ കഥ ഞാൻ ഒരേകാന്ത ഭക്തനായ ശിഷ്യനാണ് എന്നുള്ള കാരുണ്യം നിമിത്തം ശ്രീ ശുഗമുനി എന്നെ കേൾപ്പിച്ചതാകുന്നു. ശ്രദ്ധിക്കൂ, സൂതന് ഈ ഒരു കാര്യം കേൾപ്പിക്കുവാൻ ശ്രീ ശുഗമുനിക്ക് ആഗ്രഹമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സൂതനിലുള്ള വിശേഷത തന്നെയാണ്. സൂതനിലുള്ള ഏകാന്ത ഭക്തി, അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി ഒരേ കാര്യത്തിൽ നിലനിർത്തുവാനുള്ള കഴിവ്, അത് നമുക്ക് ഏവർക്കും പ്രാപ്തമാകട്ടെ. ഇനി ഏതു കഥയാണ് ശുഗമുനി സൂതനോട് പറഞ്ഞത് എന്ന് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും വീണ്ടും ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാകട്ടെ. ഹരി ഓം, പ്രണാമം.